വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു പ്രീമിയർ ലീഗ് സീസണിനെ കുറിച്ചാണ്. 2024-2025 പ്രീമിയർ ലീഗ് സീസൺ ഇന്ന് തുടങ്ങുന്നു. ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഫുള്ളാമും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്തായാലും പ്രീമിയർ ലീഗ് ഈ ഒരു സീസണിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു സീസണിന്റെ എക്സ്പെക്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റി ഈ ഒരു സീസണിലും വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്ലേയേഴ്സ് അല്ല, കോച്ച് എന്ന രീതിയിൽ പെപ്പിന്റെ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ സൈനിങ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, വലിയ രീതിയിലുള്ള സൈനിങ്സ് ഒന്നും സിറ്റി കൊണ്ടുവന്നിട്ടില്ല. സവീഞ്ഞോനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ഹാലണ്ട് പ്രീ സീസണിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു സീസണിലും സിറ്റിക്ക് ആ ഒരു ഫിനിഷിംഗ് ലൈൻ കടക്കാനാവുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ ആൽവരസിന്റെ ഡിപ്പാർച്ചർ ചിലപ്പോ പണി കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഒരു മിഡ് സീസണൊക്കെ ആയാലേ പറയാൻ പറ്റൂ. സെക്കൻഡ് ടീമിൽ ഉറപ്പായിട്ടും ആർസണൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 സീസണിലും ഫിനിഷിംഗ് ലൈൻ്റെ അടുത്ത് വരെ എത്തി തിരിച്ചു വന്ന ഒരു പ്രശ്നമാണ് ആർട്ടറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അവര് കാലഫിയറി പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ഡിഫൻസിലേക്ക് സൈൻ ചെയ്തു. മിഡ്ഫീൽഡ് സെറ്റാണ്. ഹിസൂസ് ഈ ഒരു സീസണിൽ ഒരു സ്ട്രൈക്കറായിട്ട് തിളങ്ങുമോ എന്ന് നമുക്കറിയില്ല. വലിയ എക്സ്പെക്ടേഷനോടെയാണ് ആർട്ടറ്റയും മാനേജ്മെന്റും ഒക്കെ ഈ ഒരു സീസണെ സമീപിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ നൗ ഓർ നെവർ എന്നുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ഇനി എക്സ്ക്യൂസ് ഒന്നുമില്ല. മാക്സിമം പെർഫോം ചെയ്യുക, അറ്റാക്ക് ചെയ്യുക, ഗോൾ അടിക്കുക, കപ്പ് അടിക്കുക എന്ന് മാത്രമേ ആർട്ടറ്റയ്ക്ക് ഇനി ചെയ്യാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ആർട്ടറ്റ കപ്പിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. മറ്റൊരു ടീമിനെ കുറിച്ച് പറയേണ്ടത് ലിവർപൂൾ ആണ്. ലിവർപൂൾ ഒരു റീബിൽഡിലൂടെയാണ് ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ കോച്ച് വന്നു. നമ്മൾ FSGയുടെ സൈഡിൽ നിന്ന് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. 1-2 പ്ലേയേഴ്സ്, സുബിമണ്ടി അടക്കമുള്ള പ്ലേയേഴ്സ് ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ വാങ്ങാനോ കൺവിൻസ് ചെയ്യാനോ ലിവർപൂൾ തയ്യാറായില്ല. ഇപ്പൊ യങ് പ്ലേയേഴ്സ് ആയിട്ടുള്ള കർവാലോ ഒക്കെ ടീമിന് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നു. ഒരു നമ്പർ 6 വരുമോ എന്നാണ് പല ലിവർപൂളിന്റെ ഫാൻസും ഇപ്പൊ ചോദിക്കുന്നത്. ഡിഫൻസീവ് ലൈൻ നോക്കിയാലും സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവർപൂളിന് ടഫ് സീസൺ ആയിരിക്കും. എന്തായാലും സ്ലോട്ടിനെ ട്രസ്റ്റ് ചെയ്യുക, പുള്ളി ഒരു നല്ല രീതിയിൽ ടീമിനെ റീബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് ലിവർപൂളിന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ചെൽസിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ചെൽസിയുടെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഈ സ്ക്വാഡിലുണ്ട്. പക്ഷേ മരസ്കയുടെ ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പ്ലെയറെ ചൂസ് ചെയ്തുകൊണ്ട് ഒരു കോർ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സീസണിൽ ഈ ടീമിനെ വെച്ചിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ നമുക്കറിയില്ല. എസ്പെഷ്യലി പ്രീ സീസണിലെ മത്സരങ്ങളിലൊക്കെ ഒരു വൾണറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ചെൽസി പെർഫോം ചെയ്തിട്ടുള്ളത്. ആ ഒരു ഗോൾ കൺവേർഷൻ ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. എസ്പെഷ്യലി മിഡ്ഫീൽഡ് നോക്കിയാലും വിങ്ങേഴ്സിൽ നോക്കിയാലും ഡിഫൻസിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ചെൽസി മുമ്പോട്ട് വരട്ടെ എന്നാണ് ഒരു പ്രതീക്ഷ. ഇപ്പൊ സ്പേഴ്സിന്റെ കാര്യം നിങ്ങൾക്കറിയാം. ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിന്റെ 2ാമത്തെ സീസണാണ്. നമ്മൾ ഹാരി കെയ്ൻ പോയതിനു ശേഷം ഡൊമിനിക് സോളാങ്കിയെ 65 മില്യൺ കൊടുത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൻസിൽ കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. ഒഫൻസിലും 1-2 പ്ലേയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിങ്ങേഴ്സും മിഡ്ഫീൽഡും ഇപ്പോഴും ഒരു വീക്ക്നെസ് തന്നെയാണ്. ഈ ഒരു സീസണിലും എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് 4 ഒക്കെയാണ്. ടൈറ്റിൽ അടിക്കാൻ പോകുന്ന ഒരു ടീം നമുക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ സ്പേഴ്സ് ഫാൻസിന് അറിയാം. ലെഫ്റ്റ് വിങ്ങിൽ ഒരു പ്ലെയർ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡീസന്റ് ആയിട്ടുള്ള സീസൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യവും മറിച്ചല്ല. അവർക്ക് 3-4 കിഡിനം പ്ലേയേഴ്സിനെ മാനേജ്മെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സിക്സി ആയാലും ഡീലിറ്റ് ആയാലും ഇതുപോലുള്ള പ്ലേയേഴ്സ് ഒക്കെ ടീമിലേക്ക് വന്നത് ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇപ്പൊ ടെനാഗിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് മിസ്സിംഗ് പീസായിട്ട് തോന്നിയ പ്ലേയേഴ്സിനെ ഇപ്പോൾ സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസിലൂടെ നല്ല രീതിയിൽ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിരിക്കും ടെനാഗിന്റെ ഒരു പ്രധാനപ്പെട്ട ശ്രമം. ഈ ഒരു സീസണിൽ ടോപ്പ് 4 എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ടൈറ്റിൽ അടിക്കാനുള്ള ടീമൊന്നും ഈ ഒരു സ്ക്വാഡിൽ ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം പല ഫാൻസിനും ഉണ്ട്. എസ്പെഷ്യലി പ്രീ സീസണിലെ പല മത്സരങ്ങളും വൻ ഷോകായിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തോടെ കാര്യങ്ങളൊക്കെ മാറി മറിയും.
ടെനാഗിന് ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ 3-4 മറ്റ് ടീമിനെ കുറിച്ചും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ന്യൂകാസിൽ, ആസ്റ്റൺ വില്ല ആൻഡ് വെസ്റ്റ് ഹാം. എനിക്ക് തോന്നുന്നു വെസ്റ്റ് ഹാമിന്റെ സൈനിങ്സ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു ടോപ്പ് 4 അല്ലെങ്കിൽ ടോപ്പ് 6 ചലഞ്ചേഴ്സ് ആയിട്ട് ശക്തമായിട്ട് വരുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇപ്പോൾ ആസ്റ്റൺ വില്ലയുടെ കാര്യം നമുക്കറിയാം. ഉനയ് എംറി കഴിഞ്ഞ പ്രാവശ്യത്തെ ടോപ്പ് 4 ഫിനിഷും പ്ലേയേഴ്സിന്റെ സൈനിങ്സും ഒക്കെ ആ ഒരു സ്കോഡിന് ഗുണം ചെയ്യും. ഈ ഒരു സീസണിലും ശക്തമായിട്ട് പൊരുതാൻ തന്നെയായിരിക്കും ഉനയ് എംറിയുടെയും ടീമിന്റെയും ഒരു എക്സ്പെക്ടേഷൻ. ഇപ്പൊ ന്യൂകാസിൽ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കുറച്ച് താഴോട്ട് പോയി. വലിയ രീതിയിലുള്ള സൈനിങ്സ് ഒന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ സ്കോഡ് പ്ലേയേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു വലിയ നിര തന്നെയുണ്ട്. ഈ ഒരു സീസണിൽ ശക്തമായിട്ട് തിരിച്ചു വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. പിന്നെ പ്രൊമോട്ട് ആയിട്ട് വന്ന ഇപ്സ്വിച്ച് ടൗൺ ആയാലും സൗത്താംപ്ടൺ ആയാലും ചിലപ്പോൾ കിടിലം പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് പ്രീമിയർ ലീഗിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരിക്കും. എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സീസണാണ് വരാൻ പോകുന്നത്. ആസ്റ്റൺ വില്ലയും വെസ്റ്റ് ഹാം ഒക്കെ ഒരു ചലഞ്ചേഴ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സീസണിൽ ടോപ്പ് 4 എത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പൊ നിങ്ങളെ കമന്റുകൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.